ബാക്ക് ടു എൻചാന്റഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ 3, 4, 5 പഞ്ചവത്സര പദ്ധതികളാണ് മനസ്സിലാക്കിയത്. ആ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിലെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്തു വയ്ക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ഉം 7ഉം പഞ്ചവത്സര പദ്ധതിയാണ്. 6ാമത്തെയും 7ാമത്തെയും പഞ്ചവത്സര പദ്ധതിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം 6ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കാം. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 5ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ? നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കൂ. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യമാക്കി സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യമാക്കി സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഏത് പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യമാക്കി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി? അത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. 5ാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി. ഇനി രണ്ടാമത്തെ ചോദ്യം, ആര് പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് 5ാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത്? 5ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം, 5ാം പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏതാണ്? ഗരീബി ഹട്ടാവോ. എന്താണ്? ഗരീബി ഹട്ടാവോ. ഇനി മിനിമം നീഡ്സ് പ്രോഗ്രാം അവതരിപ്പിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? മിനിമം നീഡ്സ് പ്രോഗ്രാം അവതരിപ്പിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് മിനിമം നീഡ്സ് പ്രോഗ്രാം അവതരിപ്പിക്കപ്പെട്ടത്. ഇനി റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗുർണർ മിർഡാൽ ആണ് റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്. എന്താണ്? ഗുർണർ മിർഡാൽ. ഗുർണർ മിർഡാലിന്റെ ഏത് കൃതിയിലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിച്ചിരിക്കുന്നത്? ഗുർണർ മിർഡാലിന്റെ ഏത് കൃതിയിലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആവിഷ്കരിച്ചിരിക്കുന്നത്? ഏത് കൃതിയിലാണ്? ഏഷ്യൻ ഡ്രാമ എന്ന കൃതിയിലാണ് ഗുർണർ മിർഡാലിന്റെ റോളിംഗ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പുതുതായിട്ട് പഠിക്കാൻ പോകുന്നത് 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. 5ാം പഞ്ചവത്സര പദ്ധതി നമ്മൾ മനസ്സിലാക്കി. ഇനി പഠിക്കാൻ പോകുന്നത് 6ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം നമ്മൾ പറഞ്ഞ 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? എന്താ പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത? അതായത് കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്താണ്? കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാണ്? അത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതിന്റെ കാലഘട്ടം നമ്മൾ പഠിച്ചത് എന്താണ്? 1974 മുതൽ 1978 വരെയാണ്. ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്ന പഞ്ചവത്സര പദ്ധതി 6ാം പഞ്ചവത്സര പദ്ധതി. കാലഘട്ടം എന്താണ്? ഇവിടെ നമ്മൾ കാലഘട്ടം മനസ്സിലാക്കേണ്ടത് 1980 മുതൽ 85 വരെയാണ് ഈ പറയുന്ന 6ാം പഞ്ചവത്സര പദ്ധതി. കാരണം എന്താ? ഈ പറയുന്ന 78-ന് ശേഷം അല്ലെ, 78-ന് ശേഷം നിലവിൽ വന്നതാണ്. 78 മുതൽ 80 വരെ നിലനിന്നതാണ് റോളിംഗ് പ്ലാൻ. അപ്പൊ അതിനുശേഷം പിന്നെയും എന്ത് വന്നു? പഞ്ചവത്സര പദ്ധതി വന്നു. അങ്ങനെ 1980 മുതൽ 85 വരെ 6ാം പഞ്ചവത്സര പദ്ധതി കാലയളവായിട്ട് അറിയപ്പെടുന്നത്. 1980 മുതൽ 85 വരെ. 85 വരെയാണ് 6ാം പഞ്ചവത്സര പദ്ധതി. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറയ്ക്കുക, അതുപോലെ തന്നെ കാർഷിക വ്യാവസായിക മേഖലകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. കാർഷിക വ്യാവസായിക മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. അപ്പൊ എന്താണ് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? ഒന്ന്, 5ാം പഞ്ചവത്സര പദ്ധതി പോലെ തന്നെ 6ാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു ലക്ഷ്യം എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അതുകൂടാതെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറയ്ക്കുക, പിന്നെ കാർഷിക വ്യവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. അപ്പൊ 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ
ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറയ്ക്കുക, കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഇത് മൂന്നുമാണ് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇത് നിലവിൽ വന്ന കാലഘട്ടം 1980 മുതൽ 85 വരെയാണ്. ഇനി നമുക്ക് അതിന്റെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം. 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് മറ്റു സവിശേഷത എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ പഠിച്ചു അതിന്റെ പ്രധാന ലക്ഷ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. അടുത്തത് മനസ്സിലാക്കാനുള്ളത് ആ സമയത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് ആ സമയത്ത് നടന്നത്. ഒന്ന്, നെഹ്റു, അതിന്റെ മറ്റൊരു വിശേഷണമാണ് പറയാൻ പോകുന്നത്. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റിലെ അവസാനമായി വിലയിരുത്തപ്പെടുന്ന പദ്ധതി ഏതാണ്? 6ാം പഞ്ചവത്സര പദ്ധതി. എന്താണ് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റിന്റെ അവസാനം എന്ന് വിലയിരുത്തപ്പെടുന്ന പദ്ധതി? നെഹ്റുവിയൻ സോഷ്യലിസ്റ്റിന്റെ അവസാനം എന്ന് വിലയിരുത്തപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ച പദ്ധതിയും 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ച പദ്ധതി എന്താണ്? നെഹ്റുവിയൻ സോഷ്യലിസ്റ്റിന്റെ അവസാനം എന്ന് വിലയിരുത്തപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 6ാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ തന്നെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കാർഷിക വികസനത്തിനായി നബാർഡ് എന്ന പേരിൽ ബാങ്ക് വികസിക്കുന്നത്. അപ്പൊ കാർഷിക വികസനത്തിന് വേണ്ടി നബാർഡ് എന്ന പേരിൽ ബാങ്ക് രൂപീകരിക്കുന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ 6ാം പഞ്ചവത്സര കാലത്ത് കാർഷിക വികസനത്തിന് നബാർഡ് എന്ന ബാങ്ക് രൂപീകരിക്കുന്നു. നബാർഡിന്റെ ഫുൾ ഫോം എന്താ? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ്. എന്താണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് എന്തിനാണ് രൂപീകരിച്ചത്? അത് രൂപീകരിച്ചത് കാർഷിക വികസനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കാർഷിക വികസനത്തിന് നബാർഡ് എന്ന ബാങ്ക് രൂപീകരിക്കുന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി നബാർഡ് എന്ന ബാങ്ക് രൂപീകരിക്കുന്നത് 1982 ജൂലൈ 12-നാണ്. 1982 ജൂലൈ 12-നാണ് നബാർഡ് എന്ന ബാങ്ക് രൂപീകരിക്കുന്നത്. ഇനി നബാർഡ് എന്ന ബാങ്ക് രൂപീകരിക്കാൻ കാരണം ഒരു കമ്മിറ്റി ഉണ്ട്, അതാണ് ശിവരാമൻ കമ്മിറ്റി. അപ്പൊ ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് എന്ന ബാങ്ക് രൂപീകരിക്കുന്നത്. നമ്മളെന്താ പറഞ്ഞത്? നബാർഡ്, കാർഷിക വികസന നബാർഡ് എന്ന ബാങ്ക് രൂപീകരിക്കുന്നത് ഈ പറഞ്ഞ 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നബാർഡ് ബാങ്ക് രൂപീകരിക്കുന്ന ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. 1982 ജൂലൈ 12-നാണ് ഈ ബാങ്ക് രൂപീകരിക്കുന്നത്. ഇനി ഈ ബാങ്കിനോടൊപ്പം തന്നെ മറ്റൊരു ബാങ്കും രൂപീകരിക്കുന്നുണ്ട്, എക്സിം ബാങ്ക്. എക്സിം ബാങ്ക് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എന്നാണ് അതിന്റെ ഫുൾ. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഇത് രൂപീകരിക്കുന്നത് 1982 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അപ്പൊ എക്സിം ബാങ്ക് രൂപീകരിക്കുന്നത്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് രൂപീകരിക്കുന്നതും 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്, 1982 തന്നെ. അപ്പൊ നമ്മൾ പറഞ്ഞു നബാർഡ് രൂപീകരിക്കുന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്, അതുപോലെ എക്സിം ബാങ്ക് രൂപീകരിക്കുന്നത് 1982 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി ഈ 6ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് തന്നെ അനവധി പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ആ പദ്ധതികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു പദ്ധതി എന്നറിയപ്പെടുന്നത് NREP. എന്താണ് NREP? മറ്റൊരു പദ്ധതിയാണ് ട്രൈസം. എന്താണ് ട്രൈസം? ഇനി മറ്റൊന്ന് IRDP. ഇനി ഒരു പദ്ധതിയുണ്ട്, അതാണ് RLEP. 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ പദ്ധതികളാണ് NREP, ട്രൈസം, IRDP, RLEP മുതലായവ. ഈ പദ്ധതികളൊക്കെ 6ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് നടപ്പിലാക്കിയത്. ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്ന ഈ പദ്ധതികളുടെ മുഴുവൻ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. NREP എന്ന് പറഞ്ഞ പദ്ധതിയുടെ മുഴുവനായിട്ട് ഫുൾ ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ ഏതൊക്കെയാണ്? ഒന്ന് NREP. എന്താണ് NREPയുടെ ഫുൾ ഫോം? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്നാണ് NREPയുടെ ഫുൾ ഫോം. അടുത്ത രണ്ടാമത്തെ പദ്ധതിയാണ് ട്രൈസം. എന്താണ് ട്രൈസം?
IRDP, Integrated Rural Development Program. Integrated Rural Development Program. അടുത്തത് RLEP, Rural Landless Employment Program. Rural Landless Employment Program. RLGP, Rural Landless Employment Guarantee Program. Rural Landless Employment Guarantee Program. എന്താണ് ഏതൊക്കെ പദ്ധതികളാണ് ആറാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് നടപ്പിലാക്കിയത്? ഒന്ന് NRP, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. രണ്ട് ട്രൈസം, ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. ഒന്ന് NRP, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. അടുത്തത് ട്രൈസം, ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. മൂന്ന് IRDP, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. നാല് RLEGP എന്താണ്? റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഇതൊക്കെയാണ്. ഒന്ന് NRP, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. രണ്ട് ട്രൈസം, ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. ഇനി IRDP, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. RLEGP, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഈ പദ്ധതികളൊക്കെ നിലവിൽ വന്നത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി ഇതോടൊപ്പം തന്നെ DWCRA എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഇൻ റൂറൽ ഏരിയ നിലവിൽ വന്നത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഡെവലപ്മെന്റ് ഓഫ് വുമൻ ആൻഡ് ചിൽഡ്രൻ. Development of women and children in rural area. Development of women and children in rural area. അത് ആ പദ്ധതി നിലവിൽ വന്നതും ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി അതുപോലെ തന്നെ 1980 ആണല്ലേ, 80 മുതൽ 85 വരെയാണ് ഈ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞു. അപ്പൊ 1980 പിന്നീട് 6 ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നത്. അപ്പം രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്ന 1980 അത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1980 രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നു. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അതുപോലെ തന്നെ ഇവര് പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 5.2%. പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് 5.2%. എന്നാൽ ഒരു കൈവരിച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 5.7%. പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് 5.2%, കൈവരിച്ച വളർച്ചാ നിരക്ക് 5.7%. അപ്പൊ ആറാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? ആറാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത് 1980 മുതൽ 85 വരെയാണെന്ന് പറഞ്ഞു. ഇനി ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. രണ്ട് ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറയ്ക്കുക. മൂന്ന് കാർഷിക വ്യവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഇനി നമ്മൾ പറഞ്ഞു ഇതിന് ഈ പദ്ധതിയുടെ കാലഘട്ടത്തിലുള്ള മറ്റു പ്രത്യേകത എന്തൊക്കെയാണ്? നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ അവസാനം എന്ന് പറയുന്നത്, നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ അവസാനം എന്ന് വിലയിരുത്തപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ആറാം പഞ്ചവത്സര പദ്ധതി. നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ അവസാനം എന്ന് വിലയിരുത്തുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ആറാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ തന്നെ സാമ്പത്തിക ഉദാരവത്കരണം തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ആറാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി നമ്മൾ പറഞ്ഞു ഈ ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നബാർഡ്, കാർഷിക വികസനത്തിന് വേണ്ടി നബാർഡ് എന്ന ബാങ്ക് രൂപീകരിക്കുന്നത്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് നബാർഡിന്റെ ഫുൾ ഫോം. ഈ നബാർഡ് രൂപീകരിക്കുന്നത് 1982 ജൂലൈ 12-നാണ്. ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്, ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കുന്നത്. ഇത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ആറാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തന്നെ എക്സിം ബാങ്ക് രൂപീകരിക്കുന്നത് 1982 തന്നെയാണ്. എക്സിം ബാങ്ക് എന്ന എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്. ഇനി നമ്മൾ പറഞ്ഞു ഈ ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ കുറച്ച് പദ്ധതികൾ നടപ്പിലാക്കി. ആ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് NREP ആണ്. NREP എന്ന് പറഞ്ഞാൽ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. ഇനി ട്രൈസം മറ്റൊരു പദ്ധതിയാണ്. ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് ആണ് ട്രൈസം.
പിന്നെ IRDP എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അടുത്തത് RLGP, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഈ പദ്ധതികളോടൊപ്പം തന്നെ DWCRA എന്നൊരു പദ്ധതി നടപ്പിലാക്കി. എന്താണ് DWCRA? ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ, ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ. 1980 രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. അതിനെ തുടർന്ന് 6 ബാങ്കുകൾ കൂടി ദേശസാൽക്കരിക്കപ്പെട്ടു. 1980 രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം, അതിനെ തുടർന്ന് 6 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. ഇനി ഇതിന്റെ പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് എന്ന് പറഞ്ഞാൽ 5.2%, എന്നാൽ കൈവരിച്ച വളർച്ചാ നിരക്ക് 5.7%. അപ്പൊ 6ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി 6ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം പഞ്ചവത്സര പദ്ധതി. 6ാം പഞ്ചവത്സര പദ്ധതി ഫാക്ട്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം പഞ്ചവത്സര പദ്ധതി. മനസ്സിലാക്കാൻ പോകുന്നത് 7ാം പഞ്ചവത്സര പദ്ധതി. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1985 മുതൽ 90 വരെയാണ്. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്നാണ് 1985 മുതൽ 90 വരെയാണ്, അല്ലെ? 1985 മുതൽ 90 വരെയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. ഇനി 7ാം പഞ്ചവത്സര പദ്ധതിക്കും ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്താണ് ആ ലക്ഷ്യം? വിവര സാങ്കേതിക വിദ്യയിൽ ഊന്നിയ വ്യാവസായിക വളർച്ചയാണ് 7ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത്. എന്താണ്? വിവര സാങ്കേതിക വിദ്യയിൽ ഊന്നിയ വ്യാവസായിക വളർച്ച. വ്യവസായിക വളർച്ചയാണ് 7ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത്. ആ വ്യവസായിക വളർച്ച എങ്ങനെയാണ്? വിവര സാങ്കേതിക വിദ്യയിൽ ഊന്നിയ വ്യവസായിക വളർച്ചയാണ് ലക്ഷ്യമിട്ടത്. അപ്പൊ 7ാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്ന കാലഘട്ടം 1985 മുതൽ 90 വരെയാണ്. ഇനി അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിവര സാങ്കേതിക വിദ്യയിൽ ഊന്നിയ വ്യാവസായിക വളർച്ചയാണ്. അടുത്ത് ഇനി 7ാം പഞ്ചവത്സര പദ്ധതിക്ക് മറ്റു 2 ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിവര സാങ്കേതിക വിദ്യയിൽ ഊന്നിയ വ്യാവസായിക വളർച്ചയാണ്. ഇനി ആധുനികീകരണവും അതുപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അല്ലെ? തൊഴിലവസരങ്ങളുടെ വർധനയുമാണ്, അല്ലെ? ആധുനികീകരണവും തൊഴിലവസരങ്ങളുടെ വർധനയുമാണ് മറ്റു 2 പ്രധാന ലക്ഷ്യങ്ങൾ. ആധുനികീകരണവും തൊഴിലവസരങ്ങളുടെ വർധനവും. എന്താണ് പ്രധാന ലക്ഷ്യം? വിവര സാങ്കേതിക ഊന്നിയ വ്യാവസായിക വളർച്ചയാണ് പ്രധാന ലക്ഷ്യം. എന്താ മറ്റു ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ആധുനികീകരണവും തൊഴിലവസരങ്ങളുടെ വർധനയുമാണ് മറ്റു 2 ലക്ഷ്യങ്ങൾ. ഇനി അതുപോലെ തന്നെ ഇതിന് അവര് പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 5%. 5% വളർച്ചാ നിരക്കാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ 6.1% വളർച്ചാ നിരക്കാണ് കൈവരിച്ചത്. 5% വളർച്ചാ നിരക്കാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അവർക്ക് എത്ര വളർച്ചാ നിരക്ക് കൈവരിക്കാൻ സാധിച്ചു? 6.1% വളർച്ചാ നിരക്ക് കൈവരിക്കാൻ സാധിച്ചു. ഈ പദ്ധതി പ്രകാരം വളർച്ചാ നിരക്ക് 6.1%. ഇനി ജവഹർ റോസ്ഗാർ യോജന JRY, ജവഹർ റോസ്ഗാർ യോജന JRY. ജവഹർ റോസ്ഗാർ യോജന നിലവിൽ വന്നത് ഈ പറയുന്ന 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1989 ഏപ്രിൽ 1 ജവഹർ റോസ്ഗാർ യോജന നിലവിൽ വന്നത്. അപ്പൊ ജവഹർ റോസ്ഗാർ യോജന നിലവിൽ വന്നത് 7ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. നിലവിൽ വന്നത് 1989 ഏപ്രിൽ 1 ജവഹർ റോസ്ഗാർ യോജന നിലവിൽ വന്നത്. ഇനി ജവഹർ റോസ്ഗാർ യോജന എന്ന് പറഞ്ഞാൽ 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ NREPയും RLEGPയും യോജിച്ചാണ് ജവഹർ റോസ്ഗാർ യോജനയായിട്ട് പിൽക്കാലത്ത് 7ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. അപ്പൊ 7ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ ജവഹർ റോസ്ഗാർ യോജന മുന്നേ നടപ്പിലാക്കിയ NREPയുടെയും RLEGPയുടെയും രണ്ടും കൂടെ ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അപ്പൊ ജവഹർ റോസ്ഗാർ യോജന നടപ്പിലാക്കിയത് 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അത് വർഷം എന്താണ്? 1989 ഏപ്രിൽ 1. ഇനി 7ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രധാനമന്ത്രി, നമ്മൾ പറഞ്ഞ വിവര സാങ്കേതികതയിൽ ഊന്നിയ വ്യാവസായിക വളർച്ചയാണ്. അപ്പൊ വിവര സാങ്കേതികതയ്ക്ക് പ്രാധാന്യം കൊടുത്ത സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു. അതായിരുന്നു രാജീവ് ഗാന്ധി ആയിരുന്നു 7ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രധാനമന്ത്രി.
ഇനി ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് 1985 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ നിലവിൽ വന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ നിലവിൽ വന്നത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് 1985. ഈ ടെലികോം കമ്മീഷൻ നിലവിൽ വന്നത് 1989 ടെലികോം കമ്മീഷൻ നിലവിൽ വന്നത്. ആ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറഞ്ഞത് സാം പിട്രോഡയാണ്. ടെലികോം കമ്മീഷൻ നിലവിൽ വന്നത് 1989 അത് ചെയർമാൻ ആണ് സാം പിട്രോഡ. അപ്പൊ ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ നിലനിന്നത്. അത് 1985 ടെലികോം കമ്മീഷൻ നിലനിന്ന 1989 അതിന്റെ ചെയർമാൻ സാം പിട്രോഡയുമാണ്. ഇനി അതുപോലെ തന്നെ 1986 ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത്. 1986 ദേശീയ വിദ്യാഭ്യാസ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിലനിന്ന 1986 ദേശീയ വിദ്യാഭ്യാസ നയം. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാവുന്നത് 1986 ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ ഇനി 1986 ദേശീയ വിദ്യാഭ്യാസ നയം, അതുപോലെ തന്നെ 1985 ഒരു കാര്യം വന്നതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തെ മാനവ വിഭവശേഷി വികസന മന്ത്രാലയമായി പുനർനാമകരണം ചെയ്തത് 1985. അപ്പൊ വിദ്യാഭ്യാസ മന്ത്രാലയത്തെ എന്തായിട്ട് പുനർനാമകരണം ചെയ്തു? വികസന മന്ത്രാലയം. മാനവ വിഭവശേഷി വികസന മന്ത്രാലയമായി പുനർനാമകരണം ചെയ്തത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. വിദ്യാഭ്യാസ മന്ത്രാലയത്തെ മാനവ വിഭവശേഷി വികസന മന്ത്രാലയമായി പുനർനാമകരണം ചെയ്യപ്പെട്ടത് 1985 അത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി 1988 സെബി നിലവിൽ വരുന്നത്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതാണ് സെബി. 1988 സെബി നിലവിൽ വരുന്നത്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി നിലവിൽ വരുന്നത് 1988 അതും ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഏഴാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത് 1985 മുതൽ 90 വരെയാണെന്ന് പറഞ്ഞു. ഇനി അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വിവര സാങ്കേതിക വിദ്യയിൽ ഊന്നിയ വ്യാവസായിക വളർച്ചയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇനി ആ സമയത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. ഇനി ഈ പറഞ്ഞ വിവര സാങ്കേതിക ഊന്നിയ വ്യവസായ വളർച്ചയോടൊപ്പം തന്നെ മറ്റു രണ്ട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആധുനികീകരണവും തൊഴിലവസരങ്ങളുടെ വർധനവ്. ഇനി ആധുനീകരണവും തൊഴിലവസരങ്ങളുടെ വർധന, ഇത് രണ്ടും കൂടെ വിവര സാങ്കേതിക വിദ്യയോടൊപ്പം തന്നെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി. ഇനി ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ജവഹർ റോസ്ഗാർ യോജന നിലവിൽ വരുന്നത്. ജവഹർ റോസ്ഗാർ യോജന നടപ്പിലാക്കുന്ന ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അത് ആറാം പഞ്ചവത്സര പദ്ധതിയിൽ രൂപപ്പെട്ട ആ സമയത്ത് നടപ്പിലാക്കിയ NREPയും RLAGPയും ചേർന്ന് നടപ്പിലാക്കിയതാണ് ഈ പറഞ്ഞ ജവഹർ റോസ്ഗാർ യോജന. അത് നിലവിൽ വന്നത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതിന്റെ വർഷം എന്ന് പറയുന്നത് 1989 ഏപ്രിൽ 1. അടുത്തത് നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രാലയത്തെ മാനവ വിഭവശേഷി വികസന മന്ത്രാലയമായി പുനർനാമകരണം ചെയ്തത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അത് 1985. ഇനി 1985 തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ നിലവിൽ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ നിലവിൽ 1985. 1989 ടെലികോം കമ്മീഷൻ നിലവിൽ വരുന്നത്. അതിന്റെ ചെയർമാൻ സാം പിട്രോഡയാണ്. ഇനി അതുപോലെ തന്നെ ഇവര് കൈവരിക്കാൻ ലക്ഷ്യം കൊണ്ട് വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 5%. അപ്പൊ ലക്ഷ്യം കൊണ്ട് വളർച്ചാ നിരക്ക് 5%. എത്ര വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചത്? 5%. എന്നാൽ കൈവരിച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 6.1% വളർച്ചാ നിരക്ക്. അത്രത്തോളം അതുകൊണ്ട് 1% വളർച്ചാ നിരക്ക് കൈവരിക്കാൻ സാധിച്ചു. ഇനി അതുപോലെ തന്നെ 1986 ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം വരുന്ന 1986 അത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ 1988 സെബി വരുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നതും ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ ഇത്രയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട
കാര്യങ്ങൾ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു 7ാം പഞ്ചവത്സര പദ്ധതി അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1985 മുതൽ 90 വരെയാണ്. അപ്പൊ അടുത്ത പഞ്ചവത്സര പദ്ധതി വരാനുള്ളത് എങ്ങനെയാണ്? 90 മുതൽ 95 വരെ എന്നാണ് പഞ്ചവത്സര പദ്ധതി വരാനുള്ള കാലഘട്ടം. ആ കാലാവധിക്ക് ഇവിടെ പഞ്ചവത്സര പദ്ധതിയല്ല നിലവിൽ വന്നത്, വാർഷിക പദ്ധതികളാണ് നിലവിൽ വന്നത്. 1990 മുതൽ 92 വരെ വാർഷിക പദ്ധതികളാണ് നിലവിൽ വന്നത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക അസ്ഥിരതയാണ്. അപ്പൊ സാമ്പത്തിക അസ്ഥിരത ഉണ്ടായതിനെ തുടർന്നാണ് വാർഷിക പദ്ധതികൾ നിലവിൽ വന്നത്. 1990 മുതൽ 92 വരെ വാർഷിക പദ്ധതികളാണ് നിലവിൽ വന്നത്. അത് സാമ്പത്തിക അസ്ഥിരതയാണ് ഒരു പ്രധാന കാര്യം. ഇനി ഈ വാർഷിക പദ്ധതികൾ നിലവിൽ വന്ന സമയത്താണ് ഇന്ത്യയിൽ സാമ്പത്തിക നയം കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് വാർഷിക പദ്ധതി കാലത്താണ്. 1991 1991 ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നത്. ഇനി ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തികം നടപ്പിലാക്കാൻ ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു ആയിരുന്നു ഈ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ വാർഷിക പദ്ധതി കാലത്തെ പ്രധാനമന്ത്രി. അതുകൊണ്ട് അദ്ദേഹത്തിന് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നു. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PV നരസിംഹറാവു. ഇനി പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്ത് ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ വാർഷിക പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ എത്രയാണ്? വാർഷിക പദ്ധതി നിലവിൽ വന്നത് 1990-92 കാലഘട്ടത്തിലാണ്. സാമ്പത്തിക അസ്ഥിരത കാരണമാണ് വാർഷിക പദ്ധതി നടപ്പിലാക്കിയത്. ഇനി ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് വാർഷിക പദ്ധതി കാലത്താണ്. 1991 ഈ വാർഷിക പദ്ധതി നടപ്പിലാക്കിയ സമയത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവുവും ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. അതുകൊണ്ട് PV നരസിംഹറാവുവിനെ ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞ വാർഷിക പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 6ാം പഞ്ചവത്സര പദ്ധതി, 7ാം പഞ്ചവത്സര പദ്ധതി, അതോടൊപ്പം തന്നെ ഇപ്പൊ വാർഷിക പദ്ധതിയും മനസ്സിലാക്കി അല്ലെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ പോയിന്റ്സ് ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. അപ്പൊ അടുത്ത പഞ്ചവത്സര പദ്ധതി അടുത്ത ക്ലാസ്സിൽ കാണാം. അതിനുവേണ്ടി എന്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത ക്ലാസ്സിനെ കാത്തിരിക്കുക. Till then, bye from me. Thank you.